ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനം വീണ്ടും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചക്കാലം 8 ദിവസങ്ങൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ നാളെ ഹല്ലേലൂയ ഞാൻ ബഹറിലേക്ക് കടന്നു പോവുകയാണ്. 22-ാം തീയതി നാട്ടിലെത്തും. ഈ ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം ഹല്ലേലൂയ അത്ഭുതകരമായി ഈ ദിവസങ്ങളിൽ വഴി നടത്തുവാൻ ഇടയായി എന്നെ ഇവിടെ ശുശ്രൂഷിപ്പാൻ അവസരമൊരുക്കിയ പ്രിയ കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ നന്ദിയെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഇനിയും ആരോഗ്യ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവരെയും വിശ്വസതയോടുകൂടി നിന്ന് കർത്താവിന്റെ മഹിമയേറിയ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ വിടുതലുകളും ദൈവിക അനുഗ്രഹങ്ങളും കടന്നു ചെല്ലുന്ന ഇടത്തുള്ള ജനം സഭ അത് പ്രാപിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പിൻ. ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലായോ? യഹോവ നിത്യദൈവം. യഹോവ നിത്യദൈവം. ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല. അവൻ ക്ഷീണിക്കുന്നില്ല. തളർന്നു പോകുന്നതുമില്ല. തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ ഇടറി വീഴും. യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം ഹല്ലേലൂയ അഡ്വാൻസ് ആയി നൽകുന്ന ഒരു ദൂതായി. സ്തോത്രം. ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്ന സമയത്ത് കർത്താവിന് ചിലതൊക്കെയും ചെയ്യുവാനുണ്ട്. സ്തോത്രം. അത് ചെയ്യുവാൻ ദൈവം തമ്പുരാൻ തയ്യാറായി ഇന്നേ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ അവസാനത്തെ ഭാഗം. സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകരുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്കായി നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കും. അതിലൂടെ നിന്റെ ബലഹീനത മാറും, നിന്റെ തളർച്ച മാറും, നിന്റെ ക്ഷീണം മാറും. സകലവിധമായിട്ടുള്ള അന്യായ ബന്ധനങ്ങളും അഴിഞ്ഞുമായി ദൈവത്തിന്റെ മഹിമ നിനക്ക് കാണുവാനായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയാ പറയുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു പുഷ്ടി മുഖത്തെ തകർക്കും. സ്തോത്രം. വാക്യം ഒന്ന് വായിച്ചാൽ. അന്നാളിലുള്ള ചൂട് തോളിൽ നിന്നും അവന്റെ മുഖത്തിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും.
വാഗ്ദത്തം പ്രാപിക്കുന്നത് വരെ യെരൂശലേം വിട്ടു പോകരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുന്നത് വരെയും അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച ലോകത്തെയും ജനത്തെയും പിശാചിനെയും ജയിക്കുവാനുള്ള പ്രാപ്തി നീ പ്രാപിച്ചെടുക്കുന്നത് വരെയും, എന്റെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുന്നത് വരെയും നീ ദേശം വിട്ടു പോകരുത്. ഒരു നാൾ ഞാൻ ആ ശക്തി അയക്കാൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തുനാളിൽ വലിയ ഒരു ഭൂകമ്പം പോലെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയൊരു ശബ്ദത്തോടുകൂടി ഭൂമിയിലേക്ക് കടന്നു വന്നു. കാണുവാൻ കഴിയാതിരുന്ന പരിശുദ്ധാത്മാവിനെ കണ്ണുകൊണ്ട് കാണിപ്പാൻ ദൈവം തമ്പുരാൻ അതിനെ അഗ്നിയുടെ അഭിഷേകമാക്കി മാറ്റി തന്റെ ജനത്തിന്റെ മേൽ പകരുവാനിടയായി. വായിക്കുന്നത് എങ്ങനെയാ? അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന പിതാവുകളായി അവരുടെ മേൽ പതിച്ചു. അവർ ആത്മാവിൽ നിറഞ്ഞു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. അതിന് പറയാറുണ്ട് നിന്നുപോയെന്ന്. സ്തോത്രം. നിന്നവരും അവസാനം ആത്മാവിൽ ആരാധിക്കുന്നത് എത്രയോ കണ്ടിട്ടുണ്ട്. സ്തോത്രം. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ വിടുതല. ഈ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിടുതല. കാത്തിരുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചാൽ നിനക്ക് വിടുതല. നിന്റെ പ്രശ്നത്തിന് സകലത്തിനും പരിഹാരം. സ്തോത്രം. ഈ ആത്മാവ് കയറുമ്പോഴല്ലേ മാനസാന്തരപ്പെടുത്തേ. സ്തോത്രം. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരത്തില്ല. നീ പൂർണ്ണമായി മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ ആത്മാവ് സ്ഥിരതയോടുകൂടി നിന്റെ മേൽ നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് സംശയമുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഈ ആത്മാവ് വ്യാപരിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളും ചില അവസ്ഥകളും ഒക്കെ കടന്നു വരും. കഴുകൻ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് പറന്നു കയറുന്നവനാണ്. യോബിന്റെ പുസ്തകം 39-ാം അധ്യായം സ്തോത്രം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നു. നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുന്നതും ഉയരത്തിൽ കൂടുവെക്കുന്നതും കൂടുവെക്കുകയും ചെയ്യുന്നു. അത് പാറയിൽ കുടിയേറി രാപാർക്കുന്നു. അത് പാറയിൽ കുടിയേറി രാപാർക്കുന്നു. പാറമുകളിലും ദുർഗത്തിലും തന്നെ. പാറമുകളിലും ദുർഗത്തിലും തന്നെ. അവിടെ നിന്ന് അത് ഇര തിരയുന്നു. അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിന്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിന്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. പട്ടുപോയവരെവിടെയോ അവിടെ അതുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന. അവന് തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. തളർന്നു പോകാതെ അവൻ തുടക്കം, ക്ഷീണിച്ചു പോകാതെ അവൻ ഓടും. അവന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തി അവൻ ഉന്നതങ്ങളിൽ വാഹനങ്ങൾക്ക് നടക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് നാളെ നീ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ അയക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ചില കാര്യങ്ങളോട് വില കൊടുക്കണം. വില കൊടുക്കാതൊന്നും നേടാനൊക്കെ പൈസയും കൊണ്ടുപോയാൽ അഭിഷേകം കിട്ടത്തില്ല. വേദോസ്തോത്തിലുണ്ടല്ലോ, പൈസയും കൊണ്ടുപോയവൻ അഭിഷേകമില്ല. ദൈവത്തെ അനുസരിക്കുന്നവനാണ് അഭിഷേകം. ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിന്റെ മഹിമയ്ക്കായി കാത്തിരിക്കുന്ന, വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരിക്കുന്നവന്റെ മേലാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുക. അവൻ മാനസാന്തരപ്പെട്ട വ്യക്തി,
ജീവിക്കത്തില്ല. സ്വന്തം കഴിവിനുള്ള പ്രത്യേകത ഉന്നതങ്ങളിൽ അതെപ്പോഴും കാട്ടിന്റെ നടുവിൽ ഏറ്റവും ഉയരമായി കാണുന്ന മരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചവർ കൂടുവയ്ക്കും. അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അവൻ കീഴ്പ്പെടുത്തുവാനും അതിലേക്ക് ചെന്നുവിടുവാനുമായി അവൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഉന്നതങ്ങളിൽ കൂടുവയ്ക്കുന്നത്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അത്യുന്നതങ്ങളിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. അത്യുന്നതനായ ദൈവം, സർവശക്തനായ കർത്താവ് അവന്റെ നിഴലിൻ കീഴിൽ പാർത്തുകൊണ്ട് ഉന്നതനായിരിക്കുന്ന ദൈവത്തെ അറിയുവാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പ്രവർത്തിക്കായി ദൈവത്തോടുകൂടെ ചേരുവാൻ കാത്തിരിക്കുന്ന വ്യക്തിയെ പോലെ ഉന്നതമായ വൃക്ഷത്തിന്റെ ഉന്നതിയിൽ അവൻ കൂടുവെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. എവിടേക്ക് അവന്റെ നോട്ടം? സൂര്യനില്ല. സ്വത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അവൻ ദിവസവും കാണുന്ന സൂര്യനെയാണ്. ഈ സൂര്യനെ കീഴടക്കുവാൻ ബാക്കിയുള്ള എല്ലാവരും കീഴടക്കിയിരിക്കുക. ഏറ്റവും ഉന്നതമായ വരത്തിൽ അവൻ കൂടുവയ്ക്കുമ്പോൾ അതിന് കീഴെയുള്ള സകലതിനെ അവൻ കണ്ട് അവന്റെ ചിന്ത അതിലെ സകലതിനും അധിപതിയായവരിയ്ക്കുന്നു എന്ന ഇവൻ അതിലെ സൂര്യനെ നോക്കിക്കൊണ്ട് അതിരാവിലെ ഒരു യാത്ര പുറപ്പെടും. പറക്കും. ബലമേറിയ പക്ഷിയ, ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനാ, ഏറ്റവും വേഗതയിൽ പറക്കുന്നവനാ, ഏറ്റവും കൂടുതൽ സമയവും പറക്കുന്നവനാ. സ്തോത്രം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സൂര്യനെ കീഴടക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അതിനെ സംസാരിക്കുന്നത് ഇതാണ്. ഉദയ സൂര്യനായിരിക്കുന്ന യേശു അതിനെ നിനക്ക് പ്രകാശം അരുളിക്കൊണ്ട് ദൈവരാജ്യത്തിലിരിക്കുമ്പോൾ, സ്വർഗത്തിലിരിക്കുമ്പോൾ അവന്റെ അടുക്കലേക്ക് പറന്നു ചെല്ലുവാൻ നീ ബലം പ്രാപിച്ച കഴുകനെ പോലെ ഈ ലോകത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷവും നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഉദയ സൂര്യനിലേക്ക് നീ നോക്കി അവനിൽ നിന്ന് ശക്തി പ്രാപിച്ച, അതിന് ബലം പ്രാപിച്ച അവന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള വാച്ഛയോടെ നീ ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ പ്രാപിച്ചിരുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ അവന് ക്ഷീണവും ഭാരവും കടന്നു വരും. കഴുകൻ രാവിലെ എഴുന്നേൽക്കും, പറന്നു തുടങ്ങും. സന്ധ്യയോടെ നിരാശയായി നെടുവീർപ്പോടെ അവൻ കഴിഞ്ഞ ദിവസത്തേക്കാൾ അധികമായി പറന്നു. എങ്കിലും എനിക്ക് ആ സൂര്യനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല, അതിന്റെ അടുക്കലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയോടെ ആ വീണ്ടും മടങ്ങി അവന്റെ കൂട്ടിലേക്ക് കടന്നു വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ ജീവിച്ചിട്ടോ, നീ അധ്വാനിച്ചിട്ടോ, നീ ശ്രമിച്ചിട്ടോ നിനക്ക് പ്രാപിപ്പാൻ കഴിയാതിരുന്നതിനെ ചിലതിനെ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. സ്തോത്രം. ദിവസം തോറും ഇവൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. പ്രാപിപ്പാൻ കഴിയുന്നതിൽ അധ്വാനിക്കുക. രാവിലെയും വൈകുന്നേരവും അവൻ രാവിലെ പോകുന്ന പ്രത്യാശയോടെ ഇന്നെനിക്ക് കീഴടക്കുവാൻ കഴിയും, ഇന്നെനിക്ക് അവിടേക്ക് എത്തിപ്പെടുവാൻ കഴിയും എന്നുള്ള പ്രത്യാശയോടെ അവൻ പോവുക. പക്ഷെ വൈകുന്നേരമാകുമ്പോൾ സന്ധ്യായാമത്തിൽ അവനത് കഴിയാതെ മടങ്ങി വരുന്നു. നാളുകൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആയുസ് ഒരു പക്ഷിയാത്തില്ല. അവസാനം ഇവൻ വയസ്സിലേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പറക്കാൻ വലിയ പാടാം. സ്തോത്രം. ഒന്ന്, ഇവന്റെ ശരീരത്തിന് ഭാരം കൂടും. വയസ്സാകും തോറും കൂടെ വിറവിക്കുന്നവരാ. സ്തോത്രം. ഭാരം കൂടി കഴിഞ്ഞാൽ പിന്നെ അധികം ഉയർത്തി പറക്കാനൊക്കത്തില്ല. മറ്റൊന്ന്, അതിന് ഇവന്റെ ബലം ഈ കണ്ട്
ശ്രദ്ധിച്ചോണം. ഒരിക്കല് ഞാനിങ്ങനെ ഇവിടെ പറഞ്ഞോന്ന് അറിയത്തില്ല. ഒരിക്കൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് 32ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെടുന്നത്. ഞാൻ ചിന്തിച്ചു, ഒരു 15ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ ഒരു 17 വർഷം കൂടെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ. വളരെ ഭാരപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കടലിലൊഴിക്ക് മാനത്തടിച്ചിട്ട് മറുപടിയില്ല. എന്നാൽ രാമേശ്വരത്തെ പൗലോസ് പാസ്റ്റർ ഞാനും കൂടെ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നുപോയപ്പോൾ ആ ദിവസം അദ്ദേഹത്തോട് കണ്ട ഉടനെ പറഞ്ഞു, നിനക്ക് അനേക നാളുകൾ നഷ്ടപ്പെട്ടു പോയതുള്ള വിചാരമുണ്ടല്ലേ നിനക്ക്? ഭാരപ്പെടേണ്ട, ഇനി ആ ദൈവം നിനക്കായി ശുശ്രൂഷ ഒരുക്കണേ. കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി ലഭിച്ചില്ല, പക്ഷെ ഇപ്പോൾ ലഭിച്ചു. സ്തോത്രം. കാലങ്ങൾ കടന്നുപോയി. 56ാമത്തെ വയസ്സിൽ ഭാരം കടന്നു വന്നു. വയസ്സായി പോയി. ഇനി എത്ര നാളാണ് വിളിക്കുന്നത്? അതിന് എവിടെയൊക്കെ ഓടാൻ കഴിയുമെന്നുള്ള കണക്കുകൂട്ടൽ തുടങ്ങിയപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടി. 3 ദിവസത്തെ ഉപവാസം നടന്ന 3ാമത്തെ ദിവസം അവിടെ ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ ശുശ്രൂഷിക്കാനായിട്ട് എഴുന്നേറ്റു. വെടി പൊട്ടുന്നത് പോലെ ഒരു ദൂത് പറഞ്ഞു, എനിക്ക് 56 വയസ്സ് ആയിപ്പോയി എന്നുള്ള ഭാരത്തോടുകൂടെ നീ ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ആത്മാവിനോട് ആലോചന പറയുന്നു, മാൻപേട കാലുകൾക്ക് തുല്യമായ കാലുകളോടുകൂടെ ഞാൻ നിന്റെ ദേശദേശാന്തരങ്ങളിലേക്ക് ഓടിക്കാൻ പോവുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ. സ്തോത്രം. അന്നെന്റെ വിധ എല്ലാം മാറി. പിന്നെ ആയുസിനെ കുറിച്ച് നോട്ടമില്ല, ശരീരത്തെ കുറിച്ച് നോട്ടമില്ല. എനിക്ക് നോട്ടമുള്ളത് എന്റെ യേശുവിനല്ലാതെ മറ്റൊന്നില്ല. എന്റെ പകൽക്കാലം പ്രാഗൽഭ്യത്തോടുകൂടെ അത് പറയാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തി ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തി ഞാൻ ഓടുവാൻ തുടങ്ങി. ഓട്ടം അതിവേഗത്തിൽ ഓടിക്കുന്ന സന്ദർഭമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അധികമായി പകരുവാനിടയായി. സ്തോത്രം. കഴുകൻ ചിന്തിച്ചത് ഇതാണ്, ഞാൻ എത്രയോ വർഷമായി ഇതിനെ അവകാശമാക്കുവാൻ ഓടി, അവകാശമാക്കുവാൻ പറന്നു. മനസ്സിലാക്കണം, ഈ സൂര്യനായ യേശു ഉന്നതങ്ങളിൽ വസിക്കുകയാ. അവന്റെ നിഴലിലാണ് നീ പാർക്കുന്നത്. അവനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നത്, അത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിന്നെ പ്രാപിപ്പാൻ ഓടിയതാ, എനിക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ താഴേക്ക് വരികയാ. കഴികൾ ചിന്തിച്ചു, ഇനി ഇങ്ങനെയുള്ള പറ്റത്തില്ല. ഹല്ലേലൂയ. അവന് ക്ഷീണം വന്നു കഴിഞ്ഞപ്പോ താഴോട്ട് വന്ന് നോക്കി. പറയുന്നത് മനസ്സിലാക്കണം, അവന്റെ കണ്ണ് 4 ഭാഗവും നോക്കുകയാണ്. നോക്കിയപ്പോൾ കാലം വിളർക്കപ്പെട്ട ഒരു പാറ അനധി വിദൂരമല്ലാത്ത സ്ഥലത്ത് അവൻ കാണുവാനിടയായി. വേഗത്തിൽ അവൻ മരക്കൊമ്പിൽ നിന്ന് ഇറങ്ങി പറന്നു വന്ന പാറപ്പുറത്തേക്ക് വീണു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കഴുകന്റെ ചിറകുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് പറന്ന് അധ്വാനിച്ച് കഴിയുമ്പോ ഇത് ചില വിള്ളലുകളൊക്കെ തരും. ക്രാക്സ്. കോഴിയുടെ തുമ്പൽ കണ്ടിട്ടുണ്ടോ? വയസ്സായ കോഴിയുടെ തുമ്പലും ചെറിയ കോഴിയുടെ തുമ്പലും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇതിന് കടുപ്പം കൂടും, കീറലുകൾ ഉണ്ടാവും. സ്തോത്രം. മിനുസം കുറയും, നിറവ്യത്യാസം വരും, അനേക ഫീച്ചേഴ്സ് അതിനകത്ത് കടന്നു വരും. കഴുകൻ അത് വാറപ്പുറത്ത് വന്ന് വീഴുവാൻ തുടങ്ങി. ഞാനിത് പഠിച്ചതാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുമ്പോ സ്തോത്രം ഈ വിങ്സിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്തോത്രം. ഇതെന്തൊന്നിനായി ചിറക് തന്നിരിക്കുന്നത്? ഇതിന് ഒരു പോർഷൻ ഉണ്ട്, അതിങ്ങനെ കൂടെ കൂടെ ഇളകും. ചെറിയൊരു ഫ്രാക്ഷൻ ഒറ്റതായിരുന്നു, ഇതിങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഇളകും. എന്തിനാണ്? എയറിന്റെ കംപ്രഷൻ റെഗുലേറ്റ് ചെയ്യാനാണ്. സ്തോത്രം. ഇതേപോലെ അധ്വാനിച്ച് ഇതിനും അതിന് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനെ റിപ്പയർ ചെയ്യും. ഇതേപോലെ റിപ്പയറിങ്ങിന് കഴിയാൻ തരിക താഴോട്ട്. ഇവിടെ വന്നിരിക്കുന്നത് പാറപ്പുറത്ത്. ഇന്ന് പകൽക്കാലത്ത് ഈ ഓർത്തോളം കഴുകൻ പൂർണ്ണമായി ബലം പ്രാപിക്കുവാൻ പാറമേൽ അവൻ
കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. മേധസ് കൊണ്ട് നിറഞ്ഞു. ഇവൻ തിന്നതും ഇവൻ ചിന്തിച്ചതും ഇവൻ ശബ്ദമുണ്ടാക്കിയതും ഒക്കെ ഇവൻ ഓർക്കുകയ. അവസാനം അത് ഈ മേധസ് കൂടിപ്പോയാൽ പിന്നെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ദുഃഖമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവൻ താഴേക്ക് ഇറങ്ങി വന്നതാണ്. മേധസ് കൂടിയാൽ ഇവന് പറക്കാൻ ഒക്കത്തില്ല. നിന്റെ ജീവിതത്തില് ലോകത്തിന്റെ കെടുതികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പക്ഷിക്ക് മേധസ് ഇറങ്ങുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങളും പോരുകളും നിന്റെ മേൽ കടന്നു വന്നാൽ അപ്പോൾ നീ മനസ്സിലാക്കിക്കോണം എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് മാറവേ വന്നിരിക്കുക. ഇവന്റെ ലക്ഷ്യം ഇവർ പുതുക്കം പ്രാപിക്കും. പാറ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കാൻ അഭയം പ്രാപിച്ച പാറവേലവൻ അഭയം പ്രാപിച്ചു. പാറവേലവൻ കൂടുകൂട്ടി. സ്വന്തം സദൃശവാക്യം 30-ാം അധ്യായം 26-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കുഴികുയാൻ ബലഹീന ജാതിയെങ്കിലും അത് പാറപ്പിളർപ്പുകളിൽ അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ബലഹീനമായിരിക്കുന്ന സകലതും അഭയം പ്രാപിക്കുന്ന യേശു ക്രിസ്തുവിനാണ്. നീ ബലഹീനമാണെങ്കിൽ ആ യേശുവിന് അഭയം പ്രാപിച്ചോ. ഹല്ലേലൂയ. അവിടെ ചില കാര്യങ്ങൾ നടക്കാൻ പോകുകയില്ല. ഹല്ലേലൂയ. പാറവേൽ ഹല്ലേലൂയ കടന്നു വന്ന ആ കഴുകൻ സ്വത്രം ഇവൻ ഒറ്റയ്ക്ക് കഴുത്തു നീട്ടി ഈ മേധസ് കൊണ്ട് നിറഞ്ഞ ശരീരം ഇതിന്റെ പുറത്തൊക്കെ ഇരിക്കുകയാണ്. ജോലി തുടങ്ങും. ഒന്നൊന്നായി തൂവലിനെ കൊത്തിപ്പറിക്കാൻ തുടങ്ങും. ഇതിനകത്തിരുന്ന് തൂവലിനെ ഒന്നൊന്നായി കൊത്തിപ്പറിപ്പാൻ തുടങ്ങും. ഇവന്റെ മേൽ പറ്റിയ ലോകത്തിന്റെ ഇവൻ പറന്ന നാളുകളിൽ, ഇവൻ ചിന്തിച്ച നാളുകൾ, കുടിവച്ച നാളുകളിൽ, മരത്തിന്റെ മുകളിലിരുന്ന നാളുകളിൽ, ഇവൻ ഭക്ഷിച്ചതിന്റെ മേൽ, ഇവൻ ആക്രമിക്കപ്പെട്ടതിന്റെ മേൽ, ഇവൻ ആക്രമിച്ചതിന്റെ മേൽ പല സന്ദർഭങ്ങളിലും ഇവന്റെ മേൽ വ്യാപരിച്ച ഇവന്റെ പുറമേ കാണുന്ന ഈ അവസ്ഥയെ അവൻ ഒന്നൊന്നായി കൊത്തിമാറ്റുകയാണ്. പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയട്ടെ. ഈ ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ നിനക്ക് രൂപാന്തരം വരുത്തുവാൻ, നിനക്ക് ബലം പ്രാപിപ്പാൻ കഴിയാതെ പക്ഷിയുടെ തൂവല് പോലെ നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, നിന്റെ ദേഹം ദേവി ആത്മാവിൽ വ്യാപരിക്കുന്ന ചില പൊയ്മുഖങ്ങളും ചില പരിവേഷങ്ങളും ഒക്കെ തരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വില്ലന്മാരല്ലേ, ആരാ വിശുദ്ധരല്ല എന്ന് പറയും. സ്വത്രം. കണ്ടാ സകലതും ഒരുപോല. കഴുകനെന്ന് പറഞ്ഞാൽ കഴുകന, പ്രാവെന്ന് പറഞ്ഞാൽ പ്രാവ്, എല്ലാം ഒരുപോലെ. കുത്തിപ്പറിച്ച് നോക്കണം, അപ്പോഴറിയാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, അതിനെ പറിച്ചു കളയേണ്ടതെല്ലാം ഇവ പറിച്ചു കളയുക. ആദ്യം ചിന്ത അത് ഈ തൂവല് വഴകി അതിന്റെ ഭാരം കൊണ്ടാണ് ഇത് മറക്കാൻ കഴിയാം. ദിവസവും അവൻ കയറിയിരിക്കും, വെയില് കൊള്ളും, സ്വപ്നം മഴയാതെ മഴ നനയും. ഇത് ഓരോ ദിവസം കഴിയുന്നതും ഇവന്റെ ശരീരം അങ്ങോട്ട് ഉരുകാൻ തുടങ്ങും. മേധസ്സുരു വൻ കാട്ടുകളിൽ കാടുകളിൽ പോയാൽ, ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ടാ പറയുന്ന പ്രാഗൽഭ്യത്തോടെ. ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാവില്ല. അപ്പുറത്ത് അഗസ്ത്യർവനുണ്ട്, അഗസ്ത്യർവ അവിടെ കഴിവുകൾ കൂടി വെച്ചിട്ടുണ്ട്. അതുവഴിക്ക് പോകുമ്പോ അറിയാം പാറയുടെ പുറത്ത് മേധസ്സ് ഉരുകി കിടക്കുന്നത്. സ്തോത്രം. നെയ്യ് ഉരുകി ഒഴിച്ചതുപോലെ കിടക്കുന്നത് കാണാം. സ്തോത്രം. അത് ഉരുകി ഇറങ്ങിയാലേ ഭാരം കുറയത്തുള്ളൂ. നിന്റെ ഉള്ളിനകത്തിരിക്കുന്നത് ഉരുകി മാറിയാലേ നിന്റെ ഭാരം മാറത്തുള്ളൂ. ലോകത്തിന്റെ കെടുതി നിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അത് ഉരുകി മാറിയാലേ നിനക്ക് പ്രാപിക്കേണ്ടത് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ബലത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ നീ പരാജയപ്പെട്ടു, നിനക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല, നിനക്ക് ഉയരുവാൻ കഴിഞ്ഞില്ല,
കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതിൽ നിന്റെ മേൽ ഉള്ളിലിരിക്കുന്നത് ഉരുകി മാറണം. നിന്റെ ഹൃദയത്തിന്റെ വിശാലത വരണം. നിന്റെ ഹൃദയം തുറക്കപ്പെടണം. ഹല്ലേലൂയ. ദേഹം ദേഹി ആത്മാവിൽ ഉള്ള സകല കന്മഷങ്ങളും ഉരുകി മാറി ഈ ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാം. സ്തോത്രം. ഇന്ന് പകൽ ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. അഭയം പ്രാപിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ അഭയം പ്രാപിക്കുന്നത് ഭാരപ്രാപില്ല. ക്ഷുദ്രജീവികൾ അവരെ തകർക്കാതിരിപ്പാൻ. കാരണം ചിറകില്ല, തൂവലുകളില്ല, പറന്നുപോകാൻ കഴിയത്തില്ല. വല്ല വിധനെ ഉരണ്ടങ്ങോട്ട് ചെന്ന് വീഴുക. കാലുറപ്പിച്ച് ചുട്ടുകൊണ്ട് കുത്തി ഇവൻ മറിഞ്ഞിരുന്ന പാറപ്പുളർപ്പിൽ വീഴുകയാണ്. അതാണ് വിദ്യ. അങ്ങനെ വീണ് വീണ്ടും രാവിലെ കാലിന്റെ ബലം കൊണ്ടും മുളയ്ക്കാത്ത ചിറകുകൊണ്ടും അതിലെ കൊമ്പുകൊണ്ടും ഇവന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വീണ്ടും പാറപ്പുറത്ത് വരും. അവനവൻ പാറയല്ലാതെ വേറെ അഭയമില്ല. ക്രിസ്തു അല്ലാതെ വേറെ അഭയമില്ല. ലോകത്തെ നിനക്ക് ജയിക്കണമോ? നിന്റെ ബലഹീനതയെ ജയിക്കണമോ? നിന്റെ ശൂന്യതയെ നിനക്ക് മാറ്റണമോ? നിന്റെ കഴിവുകേടിനെ നിനക്ക് മാറ്റണമോ? നിന്റെ പ്രാപ്തിക്കുറവിനെ നിനക്ക് മാറ്റണമോ? യേശുവിന് അഭയം പ്രാപിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കന്മഷമെല്ലാം എല്ലാം വേദസും ഉരുകി വീണു. സകലം ഉരുകി 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 ഒന്നുമില്ലാതെയായി. മാംസമെല്ലാം പോയി വെയിറ്റ് കുറഞ്ഞു. സ്വത്രം എല്ലിനോട് പറ്റിച്ചേർന്ന തോക്ക്. സ്വത്രം രൂപ അവർക്ക് മാറി. 4 വിറകും കൊള്ളി എടുത്ത് വെച്ച് കിട്ടിയാൽ എങ്ങനെയിരിക്കും അതേപോലെ ഇപ്പൊ കഴുകൻ. പണ്ടെങ്ങനെ നടന്നതാ? ഞാൻ എത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നടന്നതാ. രാവിലെ എഴുന്നേക്കപ്പെട്ടു. ഇതാ ഇന്ന് നിന്നെ കീഴടക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാ. പക്ഷെ ആശ നശിച്ചു പോയി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ലോകം കൂടിയാൽ, ദൈവകരണം ഇല്ലാത്തത് വന്നാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേലില്ല എങ്കിൽ നിനക്ക് പരാജയമല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ പാറപ്പുറപ്പെട്ടുകൊണ്ട് ശാന്തമായി ഇരുപ്പാൻ. തൂവലുകളെല്ലാം പൊഴിഞ്ഞു പോയി. ഓരോ ദിവസവും കൊത്തിയെടുത്ത് മാറ്റി. വേദനയെല്ലാം ഉരുകി മാറി. അങ്ങനെ അവന്റെ ശരീരഭാരമില്ലാത്ത അവസ്ഥയിലായി. സ്തോത്രം. അവൻ സമാധിയിരിക്കുക. അനങ്ങാതെ ചില ദിവസങ്ങൾ അവിടെയിരിക്കും. ഭക്ഷണമില്ല, ജലമില്ല, ഒന്നുമില്ലാതിരിക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ചെറുതായിട്ട് മുളച്ചു വരും. മനസ്സിലാക്ക. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ തൂവലുകൾ കിളിച്ചു തുടങ്ങും. സ്തോത്രം. അത് മിനുസമുള്ളത്, അത് മനോഹരമായത്, അത് ബലമുള്ള തൂവലുകളാണ്. സ്തോത്രം. അവന്റെ ശരീരത്തിന്റെ രൂപത്തിനും ഭാവത്തിനും വ്യത്യാസം വരുത്തി അവന്റെ മഹിമയ്ക്കൊത്തവണ്ണം അവന്റെ മേൽ അതിലെ പുതിയ തൂവലുകൾ കിളിർത്തു വരും. കുറെ നാൾ കഴിയുമ്പോ ഇവര് പറക്കാനുള്ള ശേഷി, ഇവന്റെ സ്വഭാവമുണ്ട്. എവിടെ ഇരുന്നാലും ഇവൻ ചിറകെട്ടിങ്ങനെ അടിക്കും. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ഇവർ പറക്കാൻ വ്യഗ്രതയുള്ളവരാണ്. നമ്മുടെ നാവിന്ന് സ്തുതികളും സ്തോത്രങ്ങളും വന്നാൽ നമുക്കറിയാം ആത്മാവ് അതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. മനുഷ്യൻ കേൾക്കാൻ പറയരുത്. സ്തോത്രം. പറഞ്ഞേക്കാം. അതരത്തിൽ വ്യാജമൊന്നും എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിച്ചോളെ. സ്തോത്രം. വ്യാജമായത് പറയുവാനല്ല. അധരം അനങ്ങിയാൽ ഉള്ളിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നീ പ്രാപിച്ച അധരത്തിലൂടെ വരുന്ന സ്തോത്രയാഗം നീ അർപ്പിക്കും. ഉള്ളിൽ നിന്ന് വരേണ്ടത്. സ്തോത്രം. നാവിന്ന് പറയാൻ വലിയ എളുപ്പമാണ്. സ്വത്രം. ഉള്ളിലില്ലാതെ പറയാം.
ഇത് വയ്ക്കുന്ന ഇവർ ഇത് കണ്ടൊക്കെ അന്തം വിട്ട് നിന്നോളും, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടിൽ ഈ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് കൂടുതൽ വിശ്വാസികൾ ഉപദേശിമാർ വരുന്നത്. അതെല്ലാവർക്കും വാഹനമില്ല ഇവിടുത്തെ പോലെ. അപ്പൊ ഉപദേശിമാരെ കാണണമെന്നുണ്ടെങ്കിൽ വിശ്വാസികളെ കാണണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയാൽ മതി. കൃത്യമായിട്ട് അറിയാം അവരേത് സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ടാണ്. സ്തോത്രം. എന്നെയും ഞാൻ ശോധന ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഏത് ഭാഗത്താണ് നിൽക്കുന്നത് കാണുമ്പോഴറിയാം ഇതെന്തോത്ര ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ചിലര് നോക്കി മറഞ്ഞിട്ട് നിന്നോണ്ട് ഇങ്ങനെ നോക്കും. ടിവി അവർ കാണാതിരിക്കാൻ പറ്റത്തില്ല. സഭയിൽ പോയി പറയാൻ ടി വി കാണരുതെന്ന്. വീട്ടിൽ പോയാൽ 24 മണിക്കൂർ ടി വിയാ. ഇല്ല, നീ പറയുന്ന പ്രവർത്തിക്കുന്നു. സ്വത്രം. അപ്പൊ ഞങ്ങളെ പിടിക്കുന്ന ഇങ്ങനെയൊക്കെയാ. ടി വി തിന്നുന്ന ആടും ഉപദേശി. വീട് തിന്നുന്ന ആടിനെ കണ്ടിട്ടുണ്ടോ? ഇതേപോലെ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പോസ്റ്റ് തിന്നുന്ന ആളുകളുണ്ട്. വഴിയാത്രയിൽ പോകുമ്പോഴത്തേക്ക് ചില പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കൊള്ളും. അതിന്റെ നിറം നോക്കുന്നില്ല. അവന്റെ കണ്ണിന് കണ്ടത് രസിക്കുക. ഇതാ ഇങ്ങോട്ട് കയറുന്ന മേധസ്സായിട്ട്. സ്വത്രം. അല്ലെങ്കിൽ അവിടെ ഗൾഫിൽ പോയപ്പോഴത്തേക്ക്, ദുബായി പോയപ്പോഴത്തേക്ക് ഉപദേശം കണ്ടു. ഭയങ്കര സൂര്യ അദ്ദേഹത്തിന്റെ സമയ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു വീഡിയോ ഭഗവലിക്കുന്ന വനീരാണ് എന്നോട് പറഞ്ഞു. ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു. ഞാൻ ആ റൂമിലെ താമസം. എനിക്ക് ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടി. എന്തോന്ന് അറിയത്തില്ല വിഷയമൊന്നും. പാസ്റ്ററെ ഞാൻ പരിശോധിക്കണം. പരിശോധിച്ചു. പുറവിനോട് പൈതൽ പോകുന്ന ഇടം എല്ലാം കവർ ചെയ്തുകൊണ്ടിരുന്നു. പൈതലിനോട് ജോലിയുണ്ട്. ലക്ഷം ടൈമില് ആരും കാണാത്ത ഒരു മൂലയ്ക്ക് പോയി ഇന്ന്. അത് മനസ്സിലായോ? ആരും കാണാതെ ഇത് പോയില്ലെങ്കിൽ ഇയാൾക്ക് ജീവനില്ല. കാരണം അകത്ത് ജീവനില്ലല്ലോ. ക്രിസ്തുവിന്റെ ജീവനില്ല. അതുകൊണ്ട് ഇത് വലിച്ചാലേ ഉഷാറ് വരത്തുള്ളൂ. എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നവൻ ബലത്തിന്റെ ആത്മാവ്. ക്ഷീണം അകറ്റുന്നത്, താഴ്ച അകറ്റുന്നതുമായ ദൈവത്തിന്റെ ആത്മാവായി പ്രാപിക്കുന്നത്. സ്വത്രം. ഈ മാസത്തോടെ ഇതെല്ലാം ആഴ്ചയോട് സകല ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതേപോലെ ഒരു വ്യക്തികളുടെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ അറിയാം. വിശ്വസിക്കാൻ കേട്ടോ, പേടിയൊന്നും വേണ്ട. പേരൊന്നും പറയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്ന വിധങ്ങളായ അഴിഞ്ഞു. ഭാരമില്ലാത്ത വ്യക്തിയായി കഴുകൻ അവരുടെ ദൂരങ്ങളെല്ലാം പറിച്ചു കളഞ്ഞു. അവർ ഉരുകെട്ടുന്ന വിധത്തിൽ അവർ ഉരുകി. ദൈവത്തിന്റെ പ്രകാശം ഇവന്റെ മേൽ വന്നു. ദിവസം സൂര്യരശ്മി അടിച്ച് തീ ചൂടയിൽ കിടക്കുന്നത് പോലെ അവൻ പാറപ്പുറത്ത് കിടന്ന ചൂടേറിയ പാറയുടെ പുറത്ത്. അതും ആത്മാവാ. അകത്തും പുറത്തും പോരാ. നമ്മൾ പറയുന്നില്ലയോ ഇവിടെ എന്തുവാ? അകത്തും പുറത്ത് തീയ. സ്വത്രം. ഇരിക്കാനും വയ്യ. വെയിലുകൊണ്ട് പാറ ചൂടാക്കുക. ഉള്ളത് വടിക്കുന്നത് ഭയങ്കര അഗ്നിയുടെ അഭിഷേകമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്കിതാ അതിന് ഒരുക്കപ്പെട്ട അഗ്നിയുടെ അതിന് ചൂടലേക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്ഫുടം ചെയ്ത് പുറത്തു വരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യസാധ്യത്തിന് വേണ്ടി ഉപദേശിക്കുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി ഉപദേശിച്ചാൽ അവിടെ ഇരുന്ന് ഉപദേശിക്കണം. എത്ര ഉപദേശിച്ചാലും തീരത്തില്ല. സ്തോത്രം. ഇന്ന് പലകാലം ദൈവാത്മാവ് തരുന്ന ദൂത മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ക്രമീകരണത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദേഹത്തേക്ക് ആത്മാവിനുള്ള സകല കന്മഷങ്ങളും നീങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ മഹിമയ്ക്കായി നീ കാത്തിരുന്നാൽ പുതിയ ചിറകുകൾ നിനക്ക് മുളച്ചു വരും. സ്തോത്രം. കഴുകിന് പുതിയ ചിറക് മുളച്ചു വരുകയാണ്. ഏകദേശം ഒഴുകിപ്പോയി കേട്ട അതിന് സകലത് പാറയിൽ അത് ഒഴുകി മാറി. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ അത് ഒഴുകി മാറി. അവൻ ഭാരമില്ലാത്ത വ്യക്തിയായി തീർന്നു.
അവന്റെ സകല ദുഃഖവും തകർക്കപ്പെട്ടു. ഉന്നതിയിൽ പറഞ്ഞു ചെല്ലുവാൻ കഴിയാതിരുന്ന അവസ്ഥയെ മാറ്റി പുതിയ അതിന് തൂവലുകൾ കൊടുത്തു. അത് മനോഹരമേറിയത്. അതിലെ നമ്മൾ പറഞ്ഞ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് നാം സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനായി. ജീവന്റെ പുതുക്കം എപ്പോഴാണ്? സ്തോത്രം. പുതുജീവൻ പ്രാപിക്കാനായി യേശു ക്രിസ്തുവിനായതാ. സ്തോത്രം. നമ്മുടെ മാനസാന്തരം പെട്ടെന്ന് ഒറ്റ പറച്ചില്ല. സകല പാപം ഏറ്റുകൊണ്ട് ഉപേക്ഷിച്ചു. സ്നാനപ്പെടാൻ റെഡിയാ. സ്നാനപ്പെട്ടു. ചാകാത്തവരെ കുളിച്ചിട്ടു. സ്തോത്രം. അവസാനം കയ്യും കാലോട്ട് അടിക്കാൻ പറ്റിക്കാത്ത ഇതേപോലുള്ള അവസ്ഥയാ ചില വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. സൂക്ഷിച്ചോളാം. ശരിക്കും മാനസാന്തരപ്പെട്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായാൽ മാത്രമേ അടുത്ത പടിക്കായി തുനിയാം. എന്താ പറയുന്നത്? അനുഭൂതി ചേച്ചി ഒരു ഉപദേശം എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഒരു ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. എടുത്തു പറഞ്ഞു, അമേരിക്കയിൽ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ 3ാം നിലയിൽ ഒരു സ്നാനത്തൊട്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ രഹസ്യമായി സ്നാനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഡോക്ടറൂടെ വന്നാൽ ഞാൻ അവിടെ രഹസ്യമായിട്ട് സ്നാനപ്പെടുത്താം. അത് ഞാൻ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഉപദേശി ഇത് കൊള്ളാമല്ലേ? ഈ സ്നാനപ്പെട്ട എമ്മയുടെ ബോധം കേട്ടു. അപ്പൊ പറഞ്ഞത് കർത്താവിനോടുകൂടി ചേരുവാനാ. എന്നാ പിന്നെ കർത്താവ് പരസ്യമായിട്ട് യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. എനിക്ക് ആ സ്നാനം മതി. അത് മനസ്സിലായോ? പരസ്യമായി സ്നാനപ്പെട്ടാ മതി. രഹസ്യത്തിൽ പോയി സ്നാനപ്പെടണം. സ്വത്രം. രഹസ്യത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സഭയിൽ അഭിഷിക്തന്റെ കൈക്കീഴിൽ ക്രമീകരിക്കപ്പെട്ട് വചനം പഠിച്ച് വചനം വിശ്വസിച്ച് വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് സകല പാപങ്ങളും ദൈവം മോചിപ്പിച്ചു തന്നു എന്ന് പൂർണ്ണ വിശ്വാസം വന്ന് സ്നാനപ്പെടുവാൻ നീ യോഗ്യതയുള്ള വ്യക്തിയായി തീർന്നു എന്ന് നീ വിശ്വസിക്കുമ്പോൾ, ഉറപ്പ് പ്രാപിക്കുമ്പോൾ നിന്റെ സഭയിലെ അഭിഷിക്തനോട് പറയണം, എന്നെ സ്നാനപ്പെടുത്തും. വേറെ നേടിക്കൊണ്ടാണ്. അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ആരും വരണ്ട സ്നാനപ്പെടുത്താം. സ്വത്രം. ചിലർക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഇന്നാൾ വന്നാലേ സ്നാനപ്പെടും. അതുവരെ കാത്തില്ല. അവസാനം കർത്താവ് വന്നാൽ ഉപഹാരമൊക്കത്തിലെ വിടക്കണം. അത് സൂക്ഷിച്ചോളൂ. എന്തോ കാത്തിരിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാനിരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സകല കന്മഷവും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. ഞാൻ സ്നാനപ്പെടുവാൻ യോഗ്യതയുള്ള വ്യക്തിയായി തീർന്നു എന്ന് നീ മനസ്സിലാക്കിയ. കർത്താവിനറിയണമല്ലോ. കർത്താവിനറിയാത്തൊന്നുമില്ല. ഞാൻ സ്നാനപ്പെടുവാൻ യോഗ്യതയുള്ള വ്യക്തിയായി തീർന്നു എങ്കിൽ നീ എനിക്കതിനായി വഴിയൊരുക്കണം. സ്തോത്രം. കർത്താവ് എന്നോട് കേട്ടു. ദൈവം സാക്ഷി പറഞ്ഞു. രാത്രിയുടെ യാമത്തിനൊരു അടയാളം കന്നു. ഒരു പുഴയിങ്ങനെ ഒഴുകുക. അതിന്റെ പാരലായിട്ട് ഒരു മെറ്റലിട്ട് ടാറിടാത്ത ഒരു റോഡ് ഇങ്ങനെ പോവുക. മുകളിലൂടെ ഒരു പാളം ഇങ്ങനെ പോകുന്നുണ്ട്. ഓർമ്മിച്ചു. ഒരു പാവപ്പെട്ട ഞാൻ എന്റെ മുഖം എന്റെ മനസ്സിൽ കാണുക ദർശനം. ഒരു പ്രദേശത്ത് 2-3 പേരെ സ്നാനപ്പെടുത്തുന്ന ഒരു ഇടിഞ്ഞ വഴിയിലൂടെ അങ്ങോട്ട് ഇറങ്ങുക. പുഴയിലോട്ട് 2-3 പേര് സ്നാനപ്പെട്ടിട്ട് മുകളിലോട്ട് കയറുന്നു. ഞാനൊരു കൊടുത്തോണ്ട് ഈ മെറ്റലിന്റെ റോഡിലൂടെ നടന്ന് ഈ സ്നാനക്കടവിനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് മനസ്സിലായി എന്റെ ദൈവം എനിക്ക് അടയാളം. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ വാണ്ടത്തുനിന്ന് ഒരു വിളി വന്നു. ഒരു കോൺഫറൻസിൽ ഒരു സെമിനാർ ക്ലാസ് എടുക്കാൻ പോകണം. അപ്പോ അവിടെ ചെന്നപ്പോഴാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഇവനോട് പറയാൻ അവിടെ തടാകത്തിലായിരുന്നു ഒരാളുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊക്കെ സ്നാനപ്പെടുത്തുന്ന എവിടെയാണെന്ന് ചോദിച്ചു. എടുത്തു വാങ്ങി ഒരു ഡോക്ടർ സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞ സ്നാനപ്പെടുന്നു. ഞാനോട് വൈഫുണ്ട്. പിന്നെ എടുത്താന്ന് പറഞ്ഞു. ആർത്താണ്ടത്ത് തമിഴ്നാടാണ്. ആർത്താണ്ടത്ത് കുഴിത്തറ ആറ്റിൽ അദ്ദേഹം മരിച്ചുപോയി. യോജവാസം എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ അയച്ചു. ഞാൻ സ്നാനപ്പെടണം. പോയി
കണ്ട പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ സാധാരണ സ്ഥാനപ്പെടുത്തുന്ന ഒരു സ്ഥലം അവിടെ പോകാൻ. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ട സ്ഥലമാണ്, ഞാൻ ദർശനത്തിൽ കണ്ട സ്ഥലമാണ്. സന്തോഷത്തോടുകൂടി അവിടെ ഇറങ്ങി സ്നാനപ്പെടുത്തി ഞാൻ കരയിലോട്ട് കയറുമ്പോൾ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിൻ ചൂളം വിളിച്ചോണ്ട് പോകാറില്ലേ? ദീപൂർ കടയാളം വേണോ? ഇതാ ദൈവത്തിന്റെ ദർശനം. സ്വത്രം ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇതാ വ്യക്തമായിട്ടും തിട്ടത്തോടെ. സ്വത്രം ഒരു പള്ളിക്കുള്ളി തെറ്റത്തില്ല. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നതാണ്? ഇല്ല. അതിനപ്പുറത്തോട്ട് അല്പനാള് കഴിയട്ടെ, പിന്നീടാവട്ടെ, 4 നാള് കഴിയട്ടെനോ. നിന്നോട് ദൈവം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാ. പക്ഷെ അത് കറക്റ്റായി പ്രാപിക്കാനുള്ള ദൈവകർമ്മ നീ പ്രാപിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ കേവലം തന്നെ പറയുന്നേ, പലപ്പോഴും കൂടെ ഇങ്ങനെ തരാറുണ്ട് ദൈവം, അത്രയേ ഉള്ളൂ. സ്തോത്രം. ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കുന്നവന് ദൈവികമായിരിക്കുന്ന നന്മ അനുഭവിക്കാനൊക്കുന്നു. കഴുകൻ പാറമേൽ അഭയം. സ്തോത്രം. പാറപ്പിളർപ്പിലവൻ അഭയം. ക്രിസ്തുവാം പാറമേൽ അവൻ അഭയം. നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയാ ക്രിസ്തുവിൽ നീ അഭയം. അവിടെയാണ് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. അവിടെയാണ് നിനക്ക് ബലം പകരുന്നത്. അവിടെയാണ് നിന്റെ ക്ഷീണം മാറുന്നത്. അവിടെയാണ് നിന്റെ തളർച്ച മാറുന്നത്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ നിരാശ മാറുന്നത് അവിടെയാണ്. കഴുകൻ ദൂരെല്ലാം പോയി വിടാതെ കാത്തിരിക്കുകയാണ്. അവനൊരു പ്രത്യാശയുണ്ട്. ഈ കൺവെൻഷൻ മാറി കേട്ട പിന്നെ ഒരു പ്രത്യാശയുണ്ട്. എന്താ കാര്യം എന്നറിയാം? ഇവൻ ആദ്യം കൂടുവെച്ചത് എവിടാ? ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ മരത്തിന്റെ മണ്ണാക്കി. ചിലരവരല്ലേ ഇരിക്കുന്നേ? താഴെയുള്ള ഒറ്റ മനുഷ്യനെ കാണാൻ സമയമില്ല. വിശ്വാസിയായാലും ഉപദേശിയായാലും ആരായാലും തമ്പുരാന്റെ അടുക്കൽ വരാതെ പരിപാടി നടക്കത്തില്ല. ശുശ്രൂഷകളുള്ളവരെല്ലാം ശ്രദ്ധിച്ചോ. സ്തോത്രം. എന്താ കാര്യം? പാറ താഴിയ ആകാശത്തി പാറയൊന്നുമില്ല. പിന്നെ തമ്പുരാൻ സ്വർഗത്തിന് ചിലത് വിടും. പറവന്റെ തലയ്ക്ക് വിട്ടതുപോലെ. അല്ലാതെ ആകാശത്ത് പാറയില്ല. ഭൂമിയിലെ പാറ നീ താഴെ വരണം. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമിയുടെ പാതപീഠമെന്ന് ദൈവം തമ്പുരാൻ അരുളി ചെയ്തോ. ആ പാതപീഠത്തിൽ നീ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. എത്ര തന്നെ ഉന്നത നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ കൂടുകൂട്ടിയാലും ഞാൻ നിന്റെ തറയിൽ ഇറക്കുമെന്ന ദൈവത്തിന്റെ മകൻ. സ്തോത്രം. മനസ്സിലാക്കിക്കോണം. ഇപ്പോഴത്തെ വെള്ളത്തിന്റെ ആത്മാവെന്നായി മാറ്റിയേക്കണം. സ്തോത്രം. സ്വയം ഒരു പോയിച്ചും സ്വയം ഒരു ഹല്ലേലൂയ പരിപാടിയൊക്കെ ഉണ്ടല്ല, അതും മാറ്റണം. നീ വലിയവരാണെന്ന് പറഞ്ഞാൽ വീഴ്ച ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ വീഴ്ച ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് തമ്മിൽ തമ്മിൽ ശ്രേഷ്ഠന്മാരെന്നാണ്. സ്തോത്രം. ആരും ആരേക്കാൾ ഉയർന്നവനല്ല, ആരും ആരേക്കാൾ താഴ്ന്നവനുമല്ല. സമാസം നമ്മൾ പറയുന്നത് മലയാളത്തിൽ സമാസം. സ്തോത്രം. മാത്തമാറ്റിക്സിൽ സമാസമോ കണക്കിലല്ല സമാസം. ഇതാ പരിപാടി. ദൈവം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ലോകത്തിലേക്ക്. സ്തോത്രം. ഹാലേലൂയ. നാളുകൾ എടുത്തതാണ്, നാളുകൾ. അവർ ഉപവസിച്ച് ഭക്ഷണം കഴിക്കാതെ വാറവേലിയിൽ നിരുന്നിരുന്ന യേശുവിനെ ശരണം പ്രാപിച്ച് അവന്റെ വേദസെല്ലാം ഉരുകി മാറി. അവന്റെ ശരീരത്തിലുള്ള രോഗത്തിന്റെ കെടുതികളെല്ലാം വിട്ടുപോയി. സ്തോത്രം. ദൈവസന്നിധിയിൽ യേശുവിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ കഴുകന്റെ വേദസ് ഉരുകി മാറുന്നത് പോലെ നിന്റെ സകല കന്മഷങ്ങളും ഉരുകി മാറി. കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി. ലോകം, ജഡം, പിശാച നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി. ദൈവത്തിന്റെ മഹിമ നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ മാപ്പുകൾ ഉണ്ടാകും.
ശിശുവിന്റെ വ്യത്യാസം വരും. പ്രാർത്ഥിച്ചോ. ദൈവസന്നിധിയിൽ ഇരുന്ന് നോക്കണം. 21-40 കഴിയുമ്പോഴത്തേക്ക് വലിയ സങ്കടമാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാത്ത സങ്കടമല്ല, ഉപവാസം നിർത്തേണ്ടി വരുന്നല്ലോ. സ്വന്തം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാക്സിമം ആരാധിക്കും. സ്തോത്രം. ആരാധനയ്ക്ക് മുടക്കം വരരുത്. ജഡത്തിൽ ക്ഷീണം കൊണ്ടിടും. എന്നാൽ അതിനെ ജയിപ്പാൻ ആരാധനയല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. ആരാധനയിൽ നിനക്ക് വിടുതലുണ്ട്. വചനം ഗ്രഹിക്കണമെങ്കിൽ ആരാധിക്കണം. അതിലെ ആരാധനയിൽ നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കടന്നു വരും. അവിടെ ദൈവത്തിന്റെ മഹിമ വെളിപ്പെടും. നിന്റെ ദേഹത്തിലേക്ക് ആത്മാവിനെ ബന്ധിച്ച സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. അങ്ങനെയല്ലേ അറിയുന്നത്. അതിന്റെ ശിക്ഷോന്റെ ദേഹത്ത് കെട്ടിയതിനെല്ലാം ചടങ്ങൂല് പോലെ അഴിച്ചു കളഞ്ഞു, എരിച്ചു കളഞ്ഞ. അതിന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. തമിഴൻ ചിറക് വെച്ചു, പുതിയ ചിറക വന്ന അത് മനോഹരമാണ്. പണ്ടത്തേനേക്കാളും ഒക്കെ ഇവ മുമ്പ് അതിൽ കയറി പോയത് തളർന്ന കണക്കാണ്. വണ്ടി നമ്മള് പുതിയ വണ്ടി ഇറക്കുമ്പോഴത്തേക്ക് സർക്കാർ അടിച്ചു തരും 15 വർഷത്തേക്ക് നമ്മുടെ നാട്ടിൽ. സ്വത്രം. ഇതുകൊണ്ട് ഓരോ വർഷം ഓരോ ദിവസം കഴിയുന്തോറും ഓടിക്കുന്നവൻ എന്റെ പാത്തെല്ലാം നോക്കും. ഇളയിക്കണോ അങ്ങനെ അതല്ല അതിന്റെ ചളിക്കോ ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നോക്കും. റിപ്പയറിംഗ് നടക്കുന്നേ. ഓടിക്കുന്നവന് അല്ലെ ഓടുന്നവന് റിപ്പയർ വേണം. അതായിരിക്കത്തില്ല. എഞ്ചിന് റിപ്പയർ ഉണ്ട്. അതിന്റെ വലിവ് കുറെ വൈദ്യം പിടിക്കും. അതിന് ചില ലക്ഷണങ്ങൾ കാണിക്കും. ഇതേപോലെ ആത്മീയ മണ്ഡലത്തിൽ നീ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നീ ഓടുമ്പോൾ, നിനക്ക് ലോകത്തിന്റെ കെടുതികളുടെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നത്. മനസ്സിലാക്കണം. ലോകത്തിലുള്ളത് നിന്നെ രക്ഷിപ്പാനുള്ളതല്ല, നിന്നെ തകർക്കാനുള്ളതാണ്. സ്തോത്രം. ഒരു വിശ്വാസി ലോകത്തിലായിരിക്കും, ഏത് വിധത്തിലായിരിക്കും. നമ്മളൊക്കെ ശ്രമിക്കുക അങ്ങനെ ആയിത്തീരാൻ. കടലിൽ കിടക്കുന്ന മത്സ്യം സ്വത്രം. പിള്ളേരെ ആരും ശ്രദ്ധിക്കാതെ അവർക്ക് ഒരു അപകടം വരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ തറവിൽ നിൽക്കുക. അവിടെ ഒരു കാര്യം ചിരിക്കും കളിക്കും. അതൊക്കെ അവർക്കുള്ള ഡ്യൂട്ടിയാ. സ്തോത്രം. കടലിൽ കിടക്കുന്ന മത്സ്യത്തെ അതിൽ വലയിട്ട് പിടിച്ചോണ്ട് വന്ന് മാർക്കറ്റിൽ കൊണ്ട് ഒരുമിക്കും. അവള് വാങ്ങി അതിനെ ശരിക്കും കൊണ്ട് വൃത്തിയാക്കി റെഡിയാക്കി കഴുകി ശുദ്ധീകരിച്ച് എടുത്ത് എല്ലാം വിട്ടുവിട്ട് അടുപ്പത്തോട്ട് വെക്കുക. സ്തോത്രം. അങ്ങനെ വേവിച്ച് തന്നാലില്ല ആരെല്ലാം ത്തില്ല. കാരണം എന്താ? അതിന് ഉപ്പില്ല. അതാ വിഷയം. ഇവിടെ സമുദ്രം നിറച്ച് ഉപ്പല്ലയോ? ഇത് കുടിക്കുന്നത് ഉപ്പുള്ളതല്ലയോ? ഇത് കിടക്കുന്നത് ഉപ്പുള്ളതില്ല. പക്ഷെ മേടിച്ചോണ്ട് വന്നത് കഴിക്കണമെങ്കിൽ ഇതിനകത്ത് അഡീഷണലായിട്ട് ഉപ്പ് ചെയ്യാം. ഇതാ ഒരു വിശ്വാസം. മനസ്സിലായോ? നീ ലോകത്തിന്റെ നടുവിലാണ് കിടക്കുന്നത്. ലോകത്തിലുള്ളതാണ് നീ അനുഭവിക്കുന്നത്. നിന്റെ ശരീരത്തിലൂടെ വ്യാപരിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് നിനക്ക് കിട്ടുന്നത്. പക്ഷേ അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ലോകം നിന്നെ അപകടപ്പെടുത്താതെ, ലോകം നിന്നെ അപകരിക്കാതെ, ലോകം നിന്റെ മേൽ വാഴാതെ നിന്റെ ദേഹത്തേക്ക് ആത്മാവ് എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. കടലിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെ, ഉപ്പ് പിടിക്കാത്ത കടലിൽ കിടക്കുന്ന ജീവനുള്ള മത്സ്യത്തെ പോലെ ഈ ലോകത്തിന്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിന്റെ പൈതലാണ്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. നീ നിറഞ്ഞവനായി നിൽക്കുമ്പോൾ നിനക്ക് വിലയേറും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറയുക. വിലയേറും. ശുദ്ധിയ. എന്റെ മാംസം കാണുമ്പോൾ ട്രാൻസ്പാരന്റാ.
ഈ കുളത്തിൽ കിടക്കുന്ന തവളയുണ്ട്. തവളയുടെ മാംസം കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? തവള കഴിച്ചെടുക്കുന്നവര് ഇതിനെ ഒന്ന് കുറച്ച് ഒന്ന് എടുത്ത് നോക്കിയാൽ തൊലി വിരിച്ചു മുഖാമുഖം നമ്മൾ ഒരു തവള എടുത്ത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് മുഖം കാണാം. അത്രയ്ക്ക് ട്രാൻസ്പെറന്റ്. സ്തോത്രം. എന്താ കാര്യം? ഇത് കിടക്കുന്നത് ചെളിക്കാവുന്ന ചെളിവെള്ളമാ കുടിക്കുന്നത്. പക്ഷെ ഇതിന്റെ ശരീരത്തിലൊന്നും ഇത് വ്യാപരിക്കത്തില്ല. ലോകത്തിൽ കിട്ടുന്ന മാംസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയതും ഏറ്റവും രുചികരവും ഏറ്റവും ശുദ്ധിയുള്ളതും ആ തവളയുടെ ഇറച്ചി. സ്തോത്രം. മെഡിസിനൽ എഫക്റ്റ് അതിനകത്തുണ്ട്. അപ്പൊ ഒരു വിശ്വാസി എങ്ങനെ ഇരിക്കണം? നിനക്കൊരു മെഡിസിനൽ എഫക്റ്റ് വരണം. സൗഖ്യമാക്കുന്നവര് കൃപ നിന്റെ മേൽ വരണം. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്, നിന്റെ കരം തൊടുന്നത്, അവിടെയൊക്കെയും ദൈവകൃപയാൽ നിറയപ്പെട്ട ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടവിടെ സൗഖ്യം പ്രാപിക്കണം. സ്തോത്രം. ഉള്ളിലാത്മാവ് വരുമ്പോ എങ്ങും പോയി വിലക്ക് വാങ്ങിക്കണ്ട. സ്തോത്രം. ഇപ്പൊ അവിടെ വരുന്നു കാര്യമില്ല. നമ്മളറിയണം. നമ്മുടെ നാട്ടിൽ ഈ CSI-കാർക്ക് രോഗം പിടിക്കുമ്പോ പെട്ടെന്ന് രാത്രികളുടെ അസുഖം വരുമ്പോഴത്തേക്ക് ഭർത്താവിനോട് ഭാര്യ പറയും കൊച്ചിന് സുഖമില്ല, പെട്ടെന്ന് വന്നത് അതുകൊണ്ടാണ്. അപ്പുറത്തൊരു ഉപദേശമുണ്ട്, ആ ഉപദേശം കൊടുക്കുമ്പോ ഒരു വിശ്വാസമാണ്. ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കും. ഉടനെ വിളിച്ചോണ്ട് വരും. രാത്രി വിളിച്ചോണ്ട് ഉപദേശം പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കും. കൊച്ചിന് സൗഖ്യമാണ്, ഒരു കുഴപ്പമില്ല. രാവിലെ നോക്കുമ്പോ സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ചു നടക്കും. പെന്തക്കോസ്തുകാരുടെ വീട്ടിലൊരു രോഗം പിടിച്ചു. രാത്രി സുഖമില്ലാതെ വന്നു. ഉറങ്ങി കിടക്കുന്ന അച്ഛനെ ഒറ്റ ചവിട്ടി ഉരുട്ടിയേക്ക് പറയും പോയി അവന് വിൻസെന്റിന്റെ വണ്ടി പിടിച്ചോണ്ട് വാങ്ങിട്ടു. ഞാൻ പുറത്ത് വിളിച്ചിരിക്കും എന്തോ വിൻസെന്റിന്റെ വണ്ടി. കൊച്ചിന് സുഖലാസത്തിന് കൊണ്ടുപോയി. അത് മനസ്സിലായ വ്യത്യാസം എന്താ കാര്യം? കർത്താവ് വരുമ്പോ പോകാൻ റെഡിയായിരിക്കുന്നവരായിരുന്നു. സ്തോത്രം. നിന്റെ വിശ്വാസത്തിൽ നിനക്ക് വിശ്വാസമില്ല. നിന്റെ ദൈവമാരാ കഴിക്കുന്നതിനോട് ഞാനെതിരാണ്. സ്തോത്രം. ഞാൻ പറയുക രാത്രി അസുഖം വരുമ്പോഴത്തേക്കാരെ പോയി ടാക്സി പിടിച്ചോണ്ട് പോവാ, ഇവിടെ പോയിട്ട് ആശുപത്രി കൊണ്ടുപോവാൻ. എന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണെന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് ആ രോഗാത്മാവിനെ ഒന്ന് ശാസിക്കാൻ നിനക്ക് മനസ്സില്ല. ടാക്സിക്കാരല്ല അതിന്റെ ആശയം. കുട്ടേക്കണ പരിപാടികളെല്ലാം ഇവിടെ ഉണ്ട് ഈ രാജ്യത്തുണ്ട്. എനിക്കറിയാം. ആദ്യം നിന്നിൽ ഉള്ളത് അങ്ങോട്ട് വെളിപ്പെടുത്താം. ഇല്ല എങ്കിൽ നീ ഉപദേശിയെ വിളി. എന്റെ സഭയിലെ ഉപദേശിയെ വിളിച്ച് നീ പ്രാർത്ഥിപ്പില്ല. സ്വത്രം. സൗഖ്യമാ. സംശയമുണ്ടോ? ഇല്ല. മറ്റുള്ളവർ ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ വീകത്തോടെ ആലോചി. ഉടനെല്ലാം എടുത്ത് കളഞ്ഞേച്ച് തലയും എല്ലാം എടുത്ത് കളഞ്ഞേച്ച് കെട്ടി തൂക്കിയിരിക്കും. 2, 3, 4 ദിവസമൊക്കെ ആയത് ഉണക്കിയതുപോലെ നിൽക്കും. ഒരു കേടും വരത്തില്ല. കാരണം എന്താ? ഇതിനകത്ത് സ്തോത്രം ദുഷിപ്പിക്കുന്നതും ഇതിനെ ദ്രവിപ്പിക്കുന്നതും മാറ്റം വയ്പ്പിക്കുന്നതും ഇതിനെ ചീത്തയാക്കുന്നതുമായ സകലതിനെയും എടുത്തുക. ശരീരത്തിൽ ഇന്നേവരെ ഓർഗൻസ് ഒന്നുമില്ല. ശരീരം ഫ്ലഷ് ഉണക്കി ഉണക്കി വീഴും. അകത്തിരിക്കുന്നതാ പ്രശ്നം. മനസ്സിലാക്കണം. ഇതിന്റെ അകത്തിരിക്കുന്നതാ പ്രശ്നം. അത് പുറത്തു വരുവാനാണ് ദൈവത്തിന്റെ ദൈവത്തിന് ശരണം പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തിക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. സ്തോത്രം. കഴിവൻ ചിറകടിച്ചു വരുന്നത് ഇത് പ്രാപിച്ചതുകൊണ്ടാണ്. ഒരു വിശ്വാസി ഉന്നതങ്ങളിലേക്ക് കടന്നു പോകുന്നത് വ്യാപരിക്കുന്നത് ഒരു ശുശ്രൂഷകരവരെ ശുശ്രൂഷയിൽ ഉന്നത തലങ്ങളിൽ എത്തുന്നത് ഈ ശുദ്ധീകരണം നടക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അത് കുഴപ്പം. ദൈവത്തിന്റെ വചനം പറയുന്നത്
പറയുന്നത് നിന്റെ വീട്ടിനകത്തുള്ളതായാലും ശരി നീ വിശ്വസിക്കരുതെന്നാണ്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നീ വിശ്വസിക്കുന്ന വാക്യം എന്തുവാ? അവനെ വിട്ടുകയാണ്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറയാൻ തള്ളികളാനല്ലേ പറയുന്നത്. സ്വത്രം സൂക്ഷിച്ചോ. അല്ലെങ്കിൽ അതിനോടുകൂടെ നടക്കുന്നവൻ അവന്റെ ഗദ്ഗതം മനസ്സിലാക്കി, ഹൃദയത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കി, അതിന് പ്രകാരം നീ ക്രമീകരിക്കപ്പെട്ട നീ മുന്നോട്ട് പോയാൽ എനിക്ക് രക്ഷയാണ്. സ്തോത്രം. ഈ നാളുകളിൽ അതായിരിക്കട്ടെ. ജീവന്റെ പുതുക്കം പ്രാപിച്ച് സകലം കുത്തിപ്പറിച്ചു കളഞ്ഞു. പുതിയ ജീവൻ വന്നു, പുതിയ തൂവല് വന്നു. ഇവന് പുതിയ ഒരു വേഷമാണ്, പുതിയ ഒരു വേഷം, മനോഹരമായ ഒരു കഴുകനായി ഇത് ദിവസങ്ങൾ കഴിയുമ്പോൾ പുറത്തു വരികയാണ്. സ്തോത്രം. ശരിയാ. പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാൽ, സീയോനെ ഉണരുക, സീയോനെ ഉണരുക, 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 നിന്റെ ബലം ധരിച്ചുകൊള്ളുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ, വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനിമേലാൽ ഇനിമേലാൽ അഗ്രചർമ്മിയും അഗ്രചർമ്മിയും അശുദ്ധനും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. ഓർത്തോ, നിന്റെ അലങ്കാര വസ്ത്രം നീ ധരിച്ചാൽ ഈ വിശുദ്ധ നഗരമെന്നുള്ള പേര് നീ നിലനിർത്തിയാൽ അഗ്രചർമ്മിയിൽ വരത്തില്ല. ഒരു ശത്രുവും നിന്റെ അടുക്കൽ വരത്തില്ല. നിന്റെ തകർക്കുവാൻ ഒരുവനും നിന്റെ അടുക്കൽ വരത്തില്ലെന്ന സ്വത്രം. ചിലതൊക്കെ വഴിപോക്കരെ പോലെ കയറി വരുന്നതുണ്ട് ജീവിതത്തിൽ. സ്വത്രം. അബ്രഹാമിന്റെ ഭവനത്തിനകത്ത് ഒരു വഴിപോക്കെ വന്നു. അതുകൊണ്ട് പ്രശ്നം അവിടെ ഉണ്ടായി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഇനി ഒരാഗ്രഹം നിന്റെ അടുക്കൽ വരത്തില്ല. എപ്പോൾ? വിശുദ്ധ നഗരം എന്നുള്ള പേർ നിലനിർത്തുമ്പോൾ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുവാനാ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഈ അലങ്കാര വസ്ത്രം എന്തുവാ? ഒന്നുകൂടെ കുറച്ച് വായിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പകൽക്കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. അവനെപ്പോലെ മനോഹരമായിട്ടുള്ള ഒരു പേരുണ്ട്. 10,000-ൽ അതിസുന്ദരൻ നമ്മൾ പാട്ട് പാടുന്നേ. ഞാനത് അംഗീകരിക്കത്തില്ല. സ്വത്രം. 10,000 പേരെ ഉള്ളോ? സ്വത്രം. അവന്റെ സകല സൃഷ്ടികളേക്കാൾ അതിസുന്ദരനായ ദൈവം. സ്വത്രം. ഭാരത വന്യവരാ വെള്ളോട് സദൃശമായ കാലുകളോട് കൂടിയവൻ. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ആരെങ്കിലും ഈ രൂപം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് അതുപോലെ പിടി കിട്ടുന്നില്ല. ഇതെങ്ങനെ ഇതിനൊന്നും അടക്കിയതെടുക്കുന്ന സ്തോത്രം. വെള്ളത്തിലുള്ള മുടിയാണെങ്കിൽ അപ്പൊ അതിന് വ്യത്യാസം ഒരു മേഘത്തിൻ്റെതാണ്. അതുമല്ല, അതിനപ്പുറമാണ് അവർണ്ണനീയമായ സൗന്ദര്യമുള്ളവനായ ദൈവം തമ്പുരാൻ. സ്തോത്രം. അങ്ങനെയുള്ള ദൈവത്തിന്റെ പൈതങ്ങളായി തീരുമ്പോൾ നിന്നെ അലങ്കരിക്കുന്നത് എന്തോ മനസ്സിലാക്ക. തട്ടിട്ട വീടുകളൊന്നും നിന്നെ അലങ്കരിക്കത്തില്ല. കൊട്ടാരങ്ങൾ നിന്നെ അലങ്കരിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് വാഴേണ്ടുന്നതിന്റെ ശരീരത്തെ നീ മലിനമാക്കത്തക്ക വിധത്തിൽ വിചാരങ്ങളും വികാരങ്ങളും കൊണ്ടിട്ടോ പുറമേയും അകങ്ങുകയും സൗന്ദര്യം വരുത്തുവാൻ നിനക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കി ചെയ്തു വെച്ചാൽ അത് ദൈവം പ്രസാദിക്കത്തില്ല. ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ ഏതൻ തോട്ടത്തിൽ ആദാമിനും അപ്പയ്ക്കും ഉണ്ടായിരുന്ന സൗന്ദര്യം നിനക്ക് വരും.
കൊള്ളുവാൻ പറയുന്നത്. കളയേണ്ടതെല്ലാം കളഞ്ഞോണം. അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ പേര് ഭീതി കടന്നു വരും. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. 35 അധ്യായം ദൈവത്തിലൊന്ന് വായിച്ചാണ്. ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ യേശാവിന്റെ അടുക്കൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. യാഗപീഠം ഉണ്ടാക്കാനാ പുറപ്പെടാൻ പറഞ്ഞേ. വേറൊന്നുമല്ല. അവിടെ ചെന്ന് സൗന്ദര്യം കാണാനല്ല, അവിടെ ചെന്ന് വെട്ടിപ്പിടിക്കാനല്ല, അവിടെ ചെന്ന് യാഗപീഠം ഉണ്ടാക്കാനാ പഠിച്ചത്. പുറപ്പെട്ടു പോകുന്ന ഇടത്ത ദൈവത്തിന്റെ യാഗപീഠം പണിയപ്പെടട്ടെ. ഏത് രാജ്യത്ത് പോയാലും അവിടെ യാഗപീഠം പണിയണം. അത് സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ കൈകളിൽ സ്വന്തം പറഞ്ഞാണ്. എവിടെ പോയാലും യാഗപീഠം പണിയപ്പെടും. ഞാനിങ്ങനെ പറയാറുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കക്കാരൻ പോയി. അന്ന് അമേരിക്കയിലെന്നല്ല അറിയുന്നേ, ഇന്ത്യ എന്ന് പറഞ്ഞോടാ പോന്നേ. അവൻ പോയപ്പോ അവന്റെ ദൈവത്തെ കൂടെ ചുമന്നു. സ്തോത്രം. കുടിയേറുന്നത് പാലായിരൊന്നും കോട്ടയത്തൊന്നൊക്കെ പോയി മലബാറിലോട്ട് കുടിയേറുന്നവർക്കൊരു സ്വഭാവമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അവർ കരുതുന്നത് അവരുടെ ദൈവത്തിന്റെ മണം, ഒരു കുരിശു. ഇത് കരുതിയിരിക്കും. ചിലപ്പോ മലബാറിലോട്ട് വരാൻ കാണിച്ചത് തന്റെ ദൈവത്തെ കൂടെ അവനറിഞ്ഞ ദൈവത്തെ അവൻ ചുവന്നോട് നടക്കുക. സ്വന്തം ആദ്യം കൊണ്ടുവന്ന് വീട്ടിനകത്തോട് ഒരു കുടിലുണ്ടാക്കി അതിനകത്തോട്ട് അങ്ങോട്ട് വയ്ക്കും. അവിടെ തന്നെ നിത്യയും കുടിയും കിടപ്പും എല്ലാം അവിടെ തന്നെ പാട്ടും പ്രാർത്ഥിക്കും. കുറെ ദൂരം കഴിഞ്ഞ് കുറെ കൂടെ കുടുംബങ്ങൾ 2-3 വന്നു കഴിഞ്ഞ ഉടനെ പെത്രോനെ ചെന്ന് കണ്ട് എല്ലാം കൂടെ റെഡിയാക്കി ഒരു 5 സെന്റ് കൊടുക്കും. അവിടെ ഒരു കുടിലുണ്ടാക്കി അതിനകത്ത് ഈ കുരിശു നാട്ടും. പിന്നെ ആരാധനയാണ്. അവനറിഞ്ഞ ദൈവത്തെ അവൻ കൊണ്ടു നടക്കുകയാണ്. അവൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അമേരിക്കക്കാരൻ ഇത്രയും ഗുണം പിടിക്കാൻ കാരണം അവന്റെ ദൈവത്തെ കൊണ്ടുപോയതുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതേപോലെ ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നപ്പോഴാ ദൈവത്തിന്റെ ആലോചന വന്ന് നീ എവിടെ പോയാലും അവിടെ ദൈവത്തിന്റെ യാഗപീഠം പണിയണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. നീ മാറ്റി കഴിയണം. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ അരുളപ്പാടുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമുണ്ട്. സ്തോത്രം. വാക്യം. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്താ കാര്യം? ദൈവത്തിന്റെ അരുളപ്പാട് എന്താ പ്രാപിച്ചത്? ദൈവം എന്തുകൊണ്ട് യാക്കോബിനോട് സംസാരിച്ചത്? ശേഖർ നിവാസികളെ സകലരെ വെട്ടി നിരത്തി വെച്ചേക്കണം. ലോകത്തിന്റെ നടുവിലിറങ്ങി അവൻ ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്തതുകൊണ്ട് മക്കളെ പുറപ്പെടുവിക്കുവാൻ കഴിയാതെ, ദാസന്മാരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകാൻ കഴിയാതെ യാക്കോബ് കുടുങ്ങി. നമ്മളൊക്കെ ചേർത്തിയത് കൊടുക്കത്തില്ല. സൂക്ഷിക്കണം. വ്യവസ്ഥയില്ല. സുഖത്തിൽ ആക്കാനൊന്നുമില്ല. ദൈവം പറഞ്ഞതാ. യാത്രാമധ്യേ കണ്ടു. പട്ടണം നല്ലതെന്ന് തോന്നി. തീരെ അങ്ങോട്ടൊരു സഞ്ചാരം തുടങ്ങി. ബാക്കി അങ്ങനെ 24 അധ്യായം പഠിക്കുമ്പോഴേ വായിക്കേണ്ടത്. യാക്കോബിന്റെ മന്ത്രി തീരെ പോയി. പട്ടണം കണ്ടു. തിരിച്ചു വന്നപ്പോൾ യുദ്ധമാണ്. കിടങ്ങൾ വീഴാൻ തുടങ്ങി. സ്വത്രം.
അപ്പൊ മനസ്സിലാക്കണം നമ്മുടെ തലമുറകളെ കുറിച്ച്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശരിക്കും ഹല്ലേലൂയ ഡെയിലി ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും തരുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിട്ട് നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ മനസ്സിലായോ? ഹല്ലേലൂയ. അവസാനം പറഞ്ഞിരിക്കുക, ഭയമാ, വെളിയിലിറങ്ങാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് ദൈവവും അവനുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട്. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ആരാ വിളിച്ചു പറഞ്ഞേ? ദൈവം. യാക്കോബ് പറഞ്ഞേ ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇവിടെ ദൈവമുണ്ട് നിശ്ചയം. എന്നിട്ട് ആ ദൈവമായിട്ട് ഒരു ഉടമ്പടി അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വരുമ്പോ നിനക്ക് സകലത്തിന്റെ ദശാംശം തരാം. അതുകൊണ്ട് പറഞ്ഞേച്ച എടുത്തു കൂടായിട്ട് നിർത്തിയത് കല്ലിനെ മൂലക്കല്ലിട്ട് അടിസ്ഥാനത്തിലേക്ക് പോയതാ. വർഷങ്ങൾ കഴിഞ്ഞ് 10-22 സ്വത്രം 20 വർഷം കഴിഞ്ഞപ്പോഴാണ് കൂട്ടിയൊക്കെ ഇറങ്ങിയത്. പിന്നെ കൊണ്ട് സഞ്ചാരമാ. കിട്ടിയതെല്ലാം പാർത്തു, കിട്ടിയതെല്ലാം മേടിച്ചു, മുന്നോട്ടങ്ങോട്ട് പോകുക. സുഖത്തിൽ വന്നു. അവിടെ വിളിക്കാൻ മനസ്സിലാക്കണം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. യാക്കോബ് ഉടമ്പടി ഓർത്ത് ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ഡയറക്റ്റ് റൂട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ബഥേലിലോട്ട് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും വരുന്നില്ല. സ്തോത്രം. ഡയറക്റ്റ് റൂട്ട് വേണം പോവാൻ. സ്തോത്രം. വളഞ്ഞൊന്നും പോയിട്ട് കുഴപ്പമാണ്. സ്തോത്രം. പോയാൽ കുഴപ്പമാണ്. വളഞ്ഞു പോകുന്നവന് നോക്കാൻ വലിയ പാടാം. പിന്നെ വളഞ്ഞ് കൊണ്ടുവന്ന് കുറെ ദൂരെ ഓടിച്ചേച്ച് പിന്നെ കൊണ്ടുവരും. ഇസ്രായേൽ ജനമല്ലേ, ഇസ്രായേലിന്റെ തന്ത്രികളെ ചെയ്തു. 3-4 ദിവസം വഴിയുള്ളതാ. പക്ഷെ ചുറ്റിയത് 40 വർഷമാണ്. അതിന്റെ കാര്യമുണ്ടോ? സ്വത്രം. സൂക്ഷിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലത്തേക്ക് ദൂതാണ്. വഴിവിട്ടു പോയവൻ ചുറ്റി ഇറങ്ങി തിരിഞ്ഞു വന്ന അവസാനം ദൈവം തമ്പുരാൻ തന്നെ അവനോട് സംസാരിച്ചു. യാക്കോബേ, നീ ബഥേലിൽ ചെന്ന് പാർക്കാം. അവസരം മോശമാ. പക്ഷെ അവൻ എഴുന്നേറ്റു. അവൻ വിളിച്ചു പറഞ്ഞ ജനം കൂടെ വന്നവന്റെ ഇടയിലുള്ള സംഗതി എന്തോന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളയും. കുളിച്ച് വസ്ത്രം മാറുകയും ശുചീകരണത്തിനാൻ ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിനോട് ഇടപെട്ടു. അവർ സകലപേരും കുളിച്ച് വസ്ത്രം മാറി മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചു. ഞാൻ പറയും, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ടു. സ്വന്തം അവരെ കാലിലെ കുണുക്കുകളും അന്യദേവന്മാരെ സകലതിനെ യാക്കോബിന്റെ കൈ കൊണ്ട് കൊടുത്തു. അങ്ങനെ താഴോട്ട് വാക്യമായില്ലേ. യാക്കോബ് കൊണ്ടുവന്ന കരവേലത്തിൽ വീട് കുടിച്ചിട്ടു. ഭീതി മാറി. മനസ്സിലാക്കുക. ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കുഴിച്ചിടേണ്ടത് സകലതും കുഴിച്ചിടാൻ നീ തയ്യാറാണ്. നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിക്ക് കാരണം നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന, നിന്നെ വഴിമുടക്കുന്ന, നിന്നെ തകർത്ത് കളയുന്ന, നിന്നെ ഭീതിയെ കൊണ്ടിട്ടുകൊണ്ട് വേട്ടയാടുന്ന, പിശാചിന്റെ അവകാശം പറയുന്ന വസ്തുതകളെ നീ കുഴിച്ചിടുവാൻ നീ തയ്യാറായാൽ ദൈവം നിന്റെ മേലുള്ള ഭീതി അകറ്റി നിനക്ക് ബലം തന്ന ദൈവത്തിന്റെ മഹത്വം നിന്റെ പേര് വെളിപ്പെടുത്തും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ സകലം ഒഴിച്ചിട്ടു. പിന്നെ യാക്കോബും അവന്റെ പുത്രന്മാരും യാത്ര ആരംഭിച്ചു. പട്ടണത്തിന്റെ പേര്, ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ പേര് ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ പിന്നെ ആരും പിന്തുടർന്നില്ല. അപ്പോ അതുവരെ എവിടായിരുന്നു? ഇവന്റെ തട്ടകത്തിനകത്തായിരുന്നു ഭീതി. ഇവന്റെ ആൾക്കാരുടെ ഇടയിൽ ഭീതി, ഇവന്റെ സംഘത്തിന്റെ ഇടയിൽ ഭീതി. ദൈവത്തിന്റെ ഭീതി ചുറ്റുവരുന്ന പട്ടണങ്ങളുടെ പേര് വീണു. മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഭവനത്തെ ആക്രമിക്കുന്ന, നിന്റെ വ്യക്തി ജീവിതത്തെ ആക്രമിക്കുന്ന, നിന്റെ മണ്ഡലങ്ങളെ ആക്രമിച്ച് തകർത്ത് കളയുന്ന ശത്രുവിന്റെ പേരിൽ നിനക്ക് ജയമെടുക്കാനുള്ള ദൈവത്തിന്റെ ബലം നിന്റെ മേൽ പകരുവാ. ദൈവം ഇന്ന് സന്നദ്ധനാകട്ടോ. ഹല്ലേലൂയ. അതിനാ ജീവന്റെ പുതുക്കം പ്രാപിക്കുക, സ്വന്തം രൂപാന്തരം വരുന്നത്.
നിന്നോട് സഞ്ചരിച്ച പലരും തളർന്നു വീണുപോയി, പലരും ഇന്നില്ല. പക്ഷെ നീ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അത് ദൈവത്തിന്റെ കൃപയത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, യാക്കോബിന്റെ മക്കളെ പിന്നെ ആരും പിന്തുടർന്നില്ല. ഭീതി മാറി, ജയം നൽകി. യേശുവിനെ ധരിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ, ദൈവാത്മാവിനെ ധരിപ്പാൻ, ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രമാണങ്ങളെ ധരിപ്പാൻ, വിശുദ്ധിയെ ധരിപ്പാൻ, വിശുദ്ധ വസ്ത്രം ധരിപ്പാൻ, ദൈവത്തിന്റെ മഹിമ വെളിപ്പെടുത്തേ. അതിനാൽ നീ ഒരുക്കമുള്ള വ്യക്തിയായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൂടാ. സകലതും നന്നായി ചെയ്യുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. കഴിഞ്ഞ നാളിൽ നീ പരാജയപ്പെട്ടോ? കഴിഞ്ഞ നാളുകളിൽ നീ നിരാശരായോ? പരാജയത്തിന്റെ പടികൾ നിനക്ക് പറയുവാൻ കഴിയും, എണ്ണുവാനും കഴിയും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോ നിന്റെ പരാജയങ്ങളെ മാറ്റി നിന്റെ ജയാളിയാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ ബലഹീനത മാറിയെങ്കിൽ അവൻ നിന്നെ ബലപ്പെടുത്തുവാൻ ശക്തനാണ്. നീ ക്ഷീണിച്ച് തളർന്നുപോയി എങ്കിൽ നിന്റെ ക്ഷീണം മാറ്റുവാൻ അവൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ദൈവത്തിന്റെ മഹിമ വെളിപ്പെടട്ടെ.